എടാ ഞാൻ പറയണ കേക്കാൻ. എന്നെ പിന്തിരിപ്പിക്കരുത്. ഞാൻ എനിക്ക് പോണം. അതിന് മാത്രം ഹലോ ഞാൻ കുടങ്ങാളേക്ക് പോവാ. എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മരുന്ന് കച്ചവടം എൻ്റെ അടുത്ത് തലേ ക്ലീറ്റോ മച്ചമ്പ എടുത്തു വെച്ചറിയോ. മച്ചമ്പ ഞാൻ പോവും. ഇങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഇപ്പൊ പോവാനും മാത്രം എന്താ ഉണ്ടായത്? എന്നെ കൊണ്ട് നടക്കാത്ത ഫോണിൽ വിളിച്ച് എന്തോരം ചീത്ത വിളിച്ചെന്നറിയാവോ? ഞാൻ ചീത്ത വിളിയാക്കേണ്ട ക്ലീറ്റോ ചേട്ടന് ടെൻഷൻ കൊണ്ടല്ലേ? അവിടെ അത്രയും പ്രഷർ ഉണ്ട്. പ്രശ്നം അവിടെ വിളിക്കുന്നു. എടുത്ത് സ്പീക്കറായിട്ട് ചീത്ത വിളി ഇവരോടെ കേക്കട്ടെ. ക്ലീറ്റോ ഹലോ. അവൻ പോവാൻ ഇറങ്ങി നിക്കുന്നു. ഞാൻ കൊടുക്കട്ടെ? എനിക്കിനി കേക്കാൻ വയ്യ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വർഷമായിട്ട് നീ കൊണ്ട് നടന്നിട്ട് നടക്കാത്ത കാര്യമല്ലേ അവനൊരു അവസരം കൊടു. നീ ഇതിനിപ്പോ 3-4 ദിവസമായിട്ട് നീ ഇങ്ങനെ വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? എടാ ലോകത്താരുടെ കഥ എന്നെ കൊണ്ട് ചെലവാക്കണടാ. പിന്നെ നീ ഇപ്പോഴാണ് ആലോചിച്ചത്? നീ തമിഴ്നാട്ടിൽ പോയി കിടന്നിട്ട് ബാക്കിയുള്ള തോളി കയറേണ്ട കാര്യം എന്താണ്? പിന്നെ സമാധാനിക്കാൻ കൊടുത്താണ് നോക്ക്. അതടുത്തത് ഞാൻ പോലില്ല. തടയരുത്. ഞാൻ പോയി ഈ കാര്യം അമ്മച്ചെടുത്ത് പറഞ്ഞു കൊടുക്കും. ഫോണിൽ കൂടെ വിളിച്ചു വരാന്ന് പറഞ്ഞാൽ അവര് കെട്ടുമടക്കി ഇങ്ങോട്ട് വിടും. അത് പിന്നെ വലിയ പ്രശ്നവും. ഞാൻ ഒന്നാമത്തെ ക്ലീറ്റോന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവൻ അതിന്റെ ഇടയ്ക്ക് മയിലെണ്ണ എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിൽ ദേഷ്യം വരൂലേ? അതാണ് നാക്ക് ശരിയല്ല. അങ്ങനെ പറഞ്ഞ അല്ലാതെ കനാമച്ചമ്പി പറയുന്ന പോലെ അറിയാതെ ഞാൻ പറഞ്ഞത്. ഞാൻ അവനോട് കുറച്ചാളെ സംസാരിച്ചിട്ട് അപ്പൊ അതൊക്കെ തീർക്കാൻ വേണ്ടി സംസാരിച്ചേ. അല്ല എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല. നീ അങ്ങനെ പറയാൻ തെറ്റായി പോയി. അവൻ്റെ ഒരു ബിസിനസ് അല്ലേ അത്. അച്ചമ്പി അവന് വിഷമാവൂലേ അത്? ഒന്നാമവിടെ ഭയങ്കര പ്രഷർ. അതാ ഈ പറയുന്നത്. ആ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കും. നമ്മുടെ ക്ലീറ്റോ ചേട്ടന് വേണ്ടിട്ടല്ലേ. എന്റെ ലില്ലിപ്പെണ്ണ നടക്കുന്ന നടക്കത്തോടാണ് ബാക്കിയെല്ലാം വിറ്റത്. അവന് രാഷ്ട്രീയം ഇതുകൂടെ മിക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്നത്. നിനക്ക് വെറുതെ നീ കൊണ്ട് വിൽക്കാൻ നോക്കാം അങ്ങോട്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട റൊണാൾഡോ. നീ ഇപ്പൊ ഈ പെട്ടിയും തൂക്കി എടുത്തോണ്ട് പോയാ ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും ഇറങ്ങിയതാ. ഞാൻ അങ്ങോട്ട് താമസം മാറ്റി. അല്ല ചിത്തന മുറിയിലോട്ട്. എങ്ങാനും പാതിരാത്രി അപ്രതീക്ഷിതമായിട്ട് ക്ലീറ്റോ മച്ചമ്പി വരുന്നത് എന്റെ കഴുത്ത് വെട്ടി കണ്ടിരിക്കുന്ന ഉറപ്പാണ്. ഒരു കൊലപാതകം വീട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് മാറി. നിങ്ങ പോര്. ആഹാരം എടുക്കണേ.